ആശ്വാസം നൽകാൻ കഴിയാതെ ആത്മവീനായുള്ളം കലങ്ങിയപ്പോ ആരാലും വർണ്ണിപ്പാൻ കഴിയാതെ ദിവ്യസ്നേഹമെന്നാശ്വാസമാ. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു എന്നുള്ള സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഏതാനും എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ 17ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് കടന്നു വരുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ 83-ാം സങ്കീർത്തനത്തിൽ 10 ജാതീയ ഗ്രൂപ്പുകൾ ഇസ്രയേൽ ഒരു ജാതി അല്ലാതെ വണ്ണം ഇല്ലാതാക്കാനുള്ള എഗ്രിമെന്റ് ചെയ്തെന്നും അതിൻ്റെ അവസാന ഭാഗമാണ് 2023 ഇറാന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇസ്രയേലിനുള്ള കടന്നാക്രമണം. ആ യുദ്ധം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. നിയർ അബൌട്ട് ഒരു 3 വർഷമാകുന്ന യുദ്ധം തുടങ്ങിയിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ 10 ജാതികൾ, ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്നും വരുന്ന ആൻറ്റി ക്രൈസ്റ്റ്, അതിനോടനുബന്ധിച്ച് നമ്മൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം, 8-ാം അധ്യായം, 9-ാം അധ്യായം, 11-ാം അധ്യായം, ഇത്രയും ഭാഗങ്ങളാണ് പഠിച്ചു പോയത്. 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഗ്രീക്ക് സാമ്രാജ്യം 4ആയി പിരിഞ്ഞെന്നും ആ 4-ലെ 2 രാജ്യമാകുന്ന തെക്കേ രാജ്യമാകുന്ന ഈജിപ്തും വടക്കേ രാജ്യമാകുന്ന സിറിയയും തമ്മിലുള്ള യുദ്ധങ്ങളും, ആ യുദ്ധത്തിൽ അവസാന ഭാഗത്ത് വരുമ്പോൾ ഏതാണ്ട് BC 168 അടുത്ത കാലഘട്ടത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് വന്ന് യെരുശലേം ദേവാലയത്തിൽ പന്നിയെ യാഗം നടത്തിയതും, പക്ഷേ അതുകൊണ്ട് ആ സംഭവം തീരുന്നില്ലെന്നും ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് അന്ത്യകാലത്തേക്കുള്ളതാണെന്ന്. ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ടെന്ന് യേശുക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കണക്റ്റഡായിട്ട് പരിശുദ്ധാത്മാവ് തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു അവൻ ദേവാലയത്തിലിരിക്കും. അങ്ങനെ ആ സബ്ജക്റ്റുകളെല്ലാം നമ്മൾ പഠിച്ച് ഇതൊരു പരമ്പരയായിട്ട് വരികയാണ്. ഇത്രയും പഠിച്ചു വരുമ്പോഴാണ് ദാനിയേൽ പ്രവചനം ഇനിയും നമുക്ക് ചിന്തിക്കാതെ നമ്മൾ വിട്ടുകളയുന്നതോ അല്ലെങ്കിൽ വിട്ടു പോകാതെ നിൽക്കുന്നതുമായ ഒരു അധ്യായമാണ് 10-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ ആക്ച്വലി ഇത് പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്, ഒരു പോരാട്ടമാണ്, ഒരു പോരാട്ടം. അപ്പോൾ ഈ ദാനിയേൽ പ്രവചനം മെയിനായിട്ട് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ ഇനി ആ ഒരു അധ്യായത്തിലെ സ്പിരിച്വൽ വാറൂടെ കഴിഞ്ഞിട്ട് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് എടുക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഈ ദാനിയേൽ തന്നെയാണ് ദാനിയേലിൻ്റെ പുസ്തകം എഴുതുന്നുള്ളത്. യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, എന്നാൽ ദാനിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് പോലെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിടെ പ്രസ്താവന ഇറക്കുന്നത്. ദാനിയേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവം എൻ്റെ ന്യായാധിപതി. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാർസി രാജാവ് കോരേശിൻ്റെ 3-ാം ആണ്ടിൽ ബെൽഷസർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2-3 പ്രാവശ്യം അത് ഞാൻ പറഞ്ഞതാണ്. പാർസി രാജാക്കന്മാരുടെയും മറ്റും കാലഘട്ടം എഴുതുമ്പോൾ പല ചരിത്രകാരന്മാരും പല കണക്കുകൾ പറയുന്നത് കൊണ്ട് അവിടെയൊക്കെ നമുക്ക് ചില സംശയമുള്ളത് കൊണ്ട് ഞാൻ ബൈബിളിൽ നിന്ന് കൂട്ടി നോക്കിയ കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലം നിയർ അബൌട്ട് 68 വർഷമായിരുന്നു. അത് കഴിയുമ്പോൾ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ വരുമ്പോൾ ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷസർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദരിയാവേശ് രാജ്യത്വമേറ്റെടുത്തു. അപ്പോൾ ഈ 1-ാമത്തെ രാജാവ് ആരാ? 2-ാമത്തെ രാജാവ് ദരിയാവേശാണോ കോരശാണോ? കോരശാണ് സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ദേവാലയം പുതുക്കി പണിയാൻ കൽപ്പന കൊടുക്കുന്നത്. ആക്ച്വലി പാർസി രാജ്യത്ത് ശൂഷൻ രാജധാനിയിൽ ആ സമയത്ത് കോരശ് രാജാവ് ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ ദരിയാവേശ് ആയിരുന്നു ബാബിലോണിലേക്ക് സേനയെ നയിച്ചു വന്ന് ബാബിലോണി സാമ്രാജ്യം പിടിച്ചെടുത്തത്. അദ്ദേഹം സേനാപതിയായിരുന്ന ആ കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ഈ ബാബിലോൺ പിടിച്ചെടുക്കുമ്പോൾ ബാബിലോണിൻ്റെ ഭരണം രാജപദവി കൊടുത്ത് ദരിയാവേശിനെ ഏൽപ്പിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ കോരശിൻ്റെയും ദരിയാവേശിൻ്റെയും ഭരണകാലത്തിൽ
ഏകദേശ സാമ്യങ്ങളുണ്ട്. അടുത്തടുത്ത വർഷം അപ്പനും മകനുമാണ്. ആ സമയത്തും ദരിയാവേശ് ബാബിലോണിൽ രാജാവാകുമ്പോൾ ചക്രവർത്തിയായി നിൽക്കുന്നത് പിതാവാകുന്ന കോരശാണെന്ന് ഓർക്കണം. അപ്പോൾ ആ വർഷക്കണക്കുകൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാനതിൻ്റെ 10-ാം വാക്യത്തിൽ ഞാനിപ്പോൾ വായിച്ചല്ലോ, പാർസി രാജാവായ കോരശിൻ്റെ 3-ാം ആണ്ടിൽ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലായി ഇവർ തിരിച്ചു പോകുന്നത്. കാരണം കോരശാണല്ലോ കൽപ്പന കൊടുക്കുന്നത് ദേവാലയം പണിയാൻ. എസ്ര 1-ന്റെ 1, 2, 3 ദൈവവചനങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ആ കാലത്ത് ദാനിയേൽ വളരെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ 3 ആഴ്ച വട്ടം 21 ദിവസം അദ്ദേഹം സാധുഭോജനമൊന്നും കഴിക്കുകയോ മാംസവും വീഞ്ഞും കുടിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തങ്ങളുടെ കച്ച കെട്ടിയും ഇരിക്കുന്ന പുരുഷനെ കണ്ടു. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന് വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം പുരുഷാരത്തിൻ്റെ ആരവം പോലെയുമായിരുന്നു. വെളിപ്പാട് പുസ്തകം 1-ന്റെ 13, 16 വാക്യങ്ങളിലേക്ക് വരുന്ന വർണ്ണനയും മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ മറുരൂപമലയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ആ വർണ്ണനയും ഒക്കെ വരുമ്പോൾ ഇവിടെയും യേശുക്രിസ്തു തന്നെയാകാം, അല്ലെങ്കിൽ യഹോവയാം ദൈവം തന്നെയാകാം. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല, എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചു. അപ്പോൾ ഇവിടെ ഒരു മർമ്മമാണത്. ഈ ദർശനവും വെളിപ്പാടും ആഴമായ സത്യങ്ങളും കാണുമ്പോൾ പലരും ഓടി ഒളിക്കുക. അവർക്കിതൊന്നും കാണണ്ട, അവർക്ക് അറിയുകയും വേണ്ട, അവർക്കൊരു കോമണിലങ്ങ് പോയാൽ മതി. പക്ഷെ ദാനിയേൽ ഓടി ഒളിക്കാനൊന്നും പോയില്ല. ബലം ക്ഷയിച്ചു, പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ മുഖശോഭ ക്ഷയിച്ചു പോയി, കാരണം ഭയപ്പെട്ടു പോയി. എനിക്കൊട്ടും ബലമില്ലാതെയായി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണു വീണു. എന്നേറെ ഒരു കൈ എന്നെ തൊട്ടു. അപ്പം ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഇത്രയും കാര്യങ്ങളൊരു ദർശനം നടക്കുകയാണ് ദാനിയേലിന്. അതിൻ്റെ 12-ാം വാക്യത്തിൽ അവൻ എന്നോട്, ആരെ ഈ വന്ന് പ്രത്യക്ഷപ്പെട്ട പുരുഷൻ എന്നോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. പാർസി രാജ്യത്തിൻ്റെ പ്രഭുവും 21 ദിവസം എന്നോട് എതിർത്തെങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായിൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ചു പോന്നു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. 15-ാം വാക്യം. അവനെ ഈ വാക്കുകൾ എന്നോട് സംസാരിക്കും. ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു. ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത പോലെ ഭയമായി പോയി. അതുപോലുള്ള ദർശനങ്ങളാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യരോട് സാദൃശ്യനായ ഒരുത്തൻ എൻ്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വായി തുറന്ന് സംസാരിച്ചു. എൻ്റെ മുൻപിൽ നിന്നവനോട്, യജമാനെ, ഈ ദർശന നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ടിരിക്കുന്ന ശക്തിയില്ലാതായിരിക്കുന്നു. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തെന്ന് നീ അറിയുന്നുവല്ലോ. ഇതെന്തിനാ ഞാൻ നിന്നിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മീഖായേലല്ലാതെ ഈ കാര്യത്തിൽ എന്നോട് ഉറച്ചു നിൽക്കുവാൻ ആരുമില്ല. ഇവിടെ നിന്ന് ചില മർമ്മങ്ങൾ ദൈവമക്കൾ ഗ്രഹിക്കണം. ചില ആഴമായ സത്യങ്ങൾ ഗ്രഹിക്കാനാണ് ഈ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം നമുക്ക് തന്നിരിക്കുന്നത്. 21 വാക്യങ്ങൾ കൊണ്ട് ഇത് അവസാനിക്കുകയാണ്. ഞാൻ എന്തിനാ വന്നെന്നുള്ളത് നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സബ്ജക്റ്റ് അവിടെ നിർത്തുക. അതിനുശേഷം ആഴമായ ഒരു മർമ്മം അവിടെ പറയുന്നില്ല. എന്നാൽ 11-ാം അധ്യായത്തിലാണ് പിന്നെ ദാനിയേലിന് കാര്യങ്ങൾ വെളിപ്പെടുന്നത്. 11-ാം അധ്യായത്തിലാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത്. ആൻറ്റി ക്രൈസ്റ്റിന് നിഴലായ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ വരവും ഒക്കെ പറയാൻ വേണ്ടിയാണ് ഈ ഗബ്രിയേൽ വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ ഗബ്രിയേല് ഇത്രയും പറഞ്ഞു. പക്ഷേ ഈ 10-ാം അധ്യായത്തിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് 12-ാം വാക്യം. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടത് നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നീ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. അന്നേ മറുപടി കിട്ടി ദാനിയേലിന്. അല്ലെ, സ്വർഗം ഇത് കണ്ടു. സ്വർഗം ദൈവത്തിൻ്റെ ദാസനായ ഗബ്രിയേലിനെ ദാനിയേലിൻ്റെ അരിക്കൽ 21 ദിവസം മുൻപ് വിടുകയാണ്. 13 വരുമ്പോൾ, പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. അപ്പൊ ദാനിയേല് 3 ആഴ്ചയാണ് ഉപവാസം ഇരിക്കുന്നത്. 21 ദിവസം എന്ന് പറയുമ്പം അതിൻ്റെ ആദ്യ ദിവസം, കാരണം 21 ദിവസം യുദ്ധം നടക്കുക. ഈ യുദ്ധം എവിടെയാണ് നടന്നത്? ഗബ്രിയേൽ വരുന്നത് നേരെ വണ്ടിയിലോ കാറിലോ ഒന്നും അല്ലല്ലോ, നടന്നൊന്നും അല്ലല്ലോ. ഗബ്രിയേൽ വരുന്ന സ്വർഗത്തിൽ നിന്നല്ലേ, 3-ാം സ്വർഗത്തിലോ 2-ാം സ്വർഗത്തിൽ നിന്നൊക്കെയാണല്ലോ വരുന്നത്. മേളിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ വെച്ചാണ് പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഗബ്രിയേലിനെ തടയുന്നത്. ഗബ്രിയേലിൻ്റെ യാത്രയെല്ലാം സ്വർഗത്തിൽ, ഞാൻ എൻ്റെ ഒരു ലോക്കൽ അല്ലെ എൻ്റെ മനോമുഖരത്തിലുള്ള പറയുകയാണ്, അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഈ കമ്പ്യൂട്ടർ വന്ന എല്ലാം സ്വർഗീയത്തിലുള്ളത് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ സ്ക്രീനിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു വാർഫെയർ ഉണ്ടെന്നുള്ളത് കർത്താവിന് അറിയാമല്ലോ. കാരണം സാത്താൻ ഇവിടെ ഉണ്ടെന്നും സാത്താൻ്റെ സൈന്യമുണ്ടെന്നെല്ലാം എത്രയോ കാര്യങ്ങൾ കർത്താവിനറിയാം. അപ്പോൾ ഇവൻ്റെ യാത്രയെ വാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവൻ ചാടി വീഴുന്നത്. ആര്? പാർസി രാജ്യത്തിൻ്റെ പ്രഭു. പാർസി രാജാവല്ല, പാർസി രാജ്യത്തിൻ്റെ പ്രഭു. ഗബ്രിയേൽ അവനുമായിട്ട് പോരാടുന്നു, യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർഗം പറയുന്നു, ഒരു കാര്യം ചെയ്യുക, ഗബ്രിയേലിനെ എനിക്ക് ദാനിയേലിൻ്റെ ഒരിക്കൽ വിടേണ്ടതാണ്. കാരണം എൻ്റെ പ്രിയ പുരുഷനാണ് അവൻ വിഷമിക്കുന്നു. അവന് വിഷമിക്കുമ്പോൾ എനിക്കിവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. പിതാവാൻ ദൈവം പറയുകയാണ്, എൻ്റെ സങ്കല്പ ഭാഷയായത്. ഗബ്രിയേലിനെ സഹായിപ്പാൻ മിഖായേലിനെ കൂടെ അയക്കുകയാണ്. അപ്പോൾ മിഖായേൽ വന്നപ്പോൾ പറഞ്ഞു, മിഖായേൽ ഈ സൈന്യത്തിൽ യുദ്ധം ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുമാത്രമല്ല, അത് ഇസ്രയേലിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ദൂതന്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, നമ്മൾ ഒരാളുടെ ഒരു കാര്യം സംസാരിക്കാൻ ഒരാളെ നിയോഗിക്കുമ്പോൾ നമ്മൾ ആളിനെ സംസാരിച്ച് ജയിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കുന്നോ പറ്റുന്ന ആളെ ആയിരിക്കും അങ്ങോട്ട് വിടുന്നത്. അംബാസഡേഴ്സിനെയൊക്കെ നിയമിക്കുമ്പോൾ നമ്മുടെ ചൈനയിലേക്ക്, അമേരിക്കയിലേക്ക്, റഷ്യയിലേക്കൊക്കെ അയക്കുന്ന അംബാസഡേഴ്സ് ശ്രീലങ്കയിലേക്കോ അല്ലെങ്കിൽ മാലദ്വീപിലേക്കോ അയക്കുന്ന അംബാസഡേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ല. ഭയങ്കര നയതന്ത്ര കഴിവുള്ളവരെ ആയിരിക്കും ഈ അമേരിക്കയിലും ചൈനയിലുമൊക്കെ അയക്കുന്നത്. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കണം, അവരെ പ്ലാൻ മനസ്സിലാക്കി കാര്യങ്ങൾ പെട്ടെന്ന് നീക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്യണം, വളരെ ആക്റ്റീവ് ആയിരിക്കണം ഈ അംബാസഡർ. എന്ന് പറഞ്ഞ പോലെ ഇസ്രയേലാണ് ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദു. ഇസ്രയേലിനെ ബേസ് ചെയ്താണ് ഇന്ന് ലോകം തന്നെ നിലനിൽക്കുന്നത്. ദൈവം ലോകത്തിലെ പ്രവൃത്തി ചെയ്യുന്നത് പോലും ഇസ്രയേലിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ന ബൈബിളിലെ നോളജുള്ള എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് യുദ്ധം നടക്കുമ്പോൾ ഇപ്പോഴത്തെ നല്ല ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം ഇസ്രയേൽ ബേസ്ഡാണ്. അതുകൊണ്ടാണ് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീനെന്ന് കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത്. അത്തിയാകുന്ന ഇസ്രയേലിൻ്റെ തളിർപ്പ് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം ലോകത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങോട്ടാണെന്നുള്ളത്. അങ്ങനെ ഗബ്രിയേലിനെ സഹായിപ്പാൻ മിഖായേൽ വരുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രസ്താവന കൂടിയുണ്ട്. ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ബൈബിളിൽ 1 അല്ലേ 2 ഭാഗത്തേ കാണൂ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കും, ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മിഖായേൽ. ദാനിയേലിനോടാ പറയുന്നത്, നിങ്ങളുടെ പ്രഭു. ദാനിയേൽ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ഉപവസിക്കുന്നത്? തൻ്റെ ജനത്തിനു വേണ്ടിയാ. അപ്പോൾ ദാനിയേലിനോട് പറയുന്നു, നിങ്ങളുടെ പ്രഭുവായ മിഖായേൽ. കാരണം ഈ മിഖായേലിനെ ഇസ്രയേലിന് വേണ്ടി നിയോഗിച്ചിരിക്കുക. ഏറ്റവും ശക്തനായ കഴിവുള്ള ഒരു ദൂതനായി മിഖായേൽ. അപ്പോൾ അങ്ങനെ യുദ്ധം നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഗബ്രിയേൽ പറയുകയാണ്, ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട്, 20-ാം വാക്യം, പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവനപ്രഭു വരും. അപ്പോൾ യവനപ്രഭു വരുന്നത് എപ്പോഴാണ്? ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ പാർസി സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 208 വർഷമായിരുന്നു അവരുടെ ടോട്ടൽ ഭരണകാലം. നമുക്ക് ബൈബിളിൽ നിന്ന് കണക്കൂട്ടിയെടുക്കാവുന്നത്. ഇവർ ഭരണം തുടങ്ങിയതേ ഉള്ളൂ. കോരശി രാജാവിൻ്റെ 3-ാം ആണ്ടിലാണ് ഈ ദർശനം കാണുന്നത്. അപ്പോൾ ദരിയാവേശ മകനാണ്, സൈന്യാധിപനായിരുന്നു. അദ്ദേഹമാണ് ബാബിലോൺ പിടിച്ചെടുക്കുന്നത്.
അപ്പോൾ ഏതാണ്ട് 68 വർഷം കഴിഞ്ഞ് ഒരു ബാബിലോണി വന്നിട്ട് ഏതാണ്ട് 200-ലധികം വർഷം കഴിഞ്ഞിട്ട് BC 330 കൂടിയാണ് യവന രാജ്യത്തിൻ്റെ പ്രഭുവാകുന്ന അല്ലെങ്കിൽ രാജാവാകുന്ന അലക്സാണ്ടർ മേദ്യ പെർഷ്യയെ പരാജയപ്പെടുത്തുന്നത്. ഏതാണ്ട് 200 വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യമാണ് ഇനിയും പാർസി പ്രഭു വരുമെന്ന് പറയുന്നത്. അതേസമയം പ്രഭു എന്ന് പറയുന്നത് അലക്സാണ്ടറിനെ ഉദ്ദേശിച്ചല്ല, അലക്സാണ്ടറിന് വേണ്ടി ആകാശമണ്ഡലത്തിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സൈത്താൻ്റെ ഒരു അധികാരമുണ്ട്. ആ അധികാരിയെയാണ് യവനപ്രഭു എന്ന് പറയുന്നത്. യവനപ്രഭു വരും, ഞാൻ പോയി കഴിഞ്ഞ് യവനപ്രഭു വരും. അപ്പോൾ യവനപ്രഭു എന്ന് പറയുന്നത് ദി ഗ്രേറ്റ് അലക്സാണ്ടറിനെ ഉദ്ദേശിച്ചല്ല. അതിനെ 8-ാം അധ്യായത്തിൽ യവന രാജാവ് വരുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ യവനപ്രഭു എന്ന് പറയുമ്പോൾ ഈ അലക്സാണ്ടറുടെ മേളിൽ പിശാചൊരു അലക്സാണ്ടറുടെ ദൂതനായ പൈശാചിക ദൂതനായ ഒരു ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. അവൻ വരുന്ന കാര്യം കാരണം അവിടെ പോരാട്ടമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ ഗബ്രിയേൽ ദാനിയേലിനോട് വെളിപ്പെടുത്തുന്നത്. ഇതെന്തിനാ വെളിപ്പെടുത്തുന്നത്? ആഴമായ ദൈവവചനം ഗ്രഹിക്കേണ്ടിയവർക്ക്, പാല് കുടിച്ചിരിക്കുന്നവർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല, അവർ നമ്മളെ വിമർശിക്കും. എന്നാൽ ഇങ്ങനൊരു സംഭവം ബൈബിളിൽ ഉണ്ടല്ലോ. പാർസി പ്രഭു എന്നോട് 21 ദിവസം യുദ്ധം ചെയ്യുന്നു, അവിടെ മിഖായേലിനെ വിട്ടിട്ട് ഞാൻ പോരുന്നു, ഞാനിനി അങ്ങോട്ട് പോവുകയാണ്, ഞാനൂടെ ചേർന്ന് അവനോട് പോരാടും എന്ന് പറഞ്ഞാണ് പോകുന്നത്. ആ പോരാട്ടം അവിടെ വാളുകൊണ്ടുള്ള യുദ്ധമാണോ, AK-47 ആണോ, എന്താണെന്നും നമുക്കവിടെ കറക്റ്റ് അറിയില്ല. പക്ഷെ അവിടെ ഭയങ്കര തടസ്സങ്ങളും തടയലുകളും പോരാട്ടങ്ങളും നടക്കുകയാണ്. ഇതെന്തിനാണ് ദൈവം ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദൈവം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. മീഖായേലിനെ കുറിച്ച് ബൈബിളിൽ ഏതാണ്ട് 5 സ്ഥലത്താണ് ഈ വർണ്ണന കിട്ടുന്നത്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 13-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 12-ന്റെ 1-ാം വാക്യത്തിലുണ്ട്, യൂദ 9-ലുണ്ട്, വെളിപ്പാട് 12-ന്റെ 7-ലുണ്ട്. ഇത്രയും ഭാഗത്താണ് നമുക്ക് മിഖായേൽ എന്ന ദൂതനെ കുറിച്ചുള്ള വർണ്ണനകളും കാര്യങ്ങളും കിട്ടുന്നത്. ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇതിൻ്റെ 1-ാം ഭാഗം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ആകാശമണ്ഡലത്തിൽ എല്ലാ രാജാക്കന്മാരെയും നിയന്ത്രിക്കുന്ന ഒരു പ്രഭു രാജാവുണ്ട് എന്ന് പറഞ്ഞാൽ പാർസി രാജാവ് കോരശിൻ്റെ മേളിൽ പാർസി പ്രഭുവുണ്ട്. അതുപോലെ യവന രാജാവാകുന്ന അലക്സാണ്ടർ വരുമ്പോൾ അലക്സാണ്ടർ രാജ്യത്തിൻ്റെ മേളിൽ അവിടെ ഒരു പൈശാചിക പ്രവർത്തനമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിനെ രാജാവെന്നല്ല പറയുന്നത്, പ്രഭു എന്നാണ്, പാർസി പ്രഭു. താഴെയുള്ള രാജാവിനെ രാജാവെന്ന് പറയുമ്പോൾ ആകാശമണ്ഡലത്തിൽ പാർസി രാജ്യത്തിൻ്റെ അതിരുകൾക്കകത്തിരിക്കുന്ന ആ ആകാശമണ്ഡലത്തിന് മേളിൽ അവിടെ ഒരു സാറ്റലൈറ്റ് നിയന്ത്രണം പോലെ ഒരു വാച്ചിങ് ഉണ്ട്, നിയന്ത്രണമുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആ നിയന്ത്രണം, ഒരു നേതാവിൻ്റെ കീഴിൽ. ആ പൈശാചിക പോരാണ്, അല്ലെങ്കിൽ പൈശാചിക വ്യക്തിത്വം എന്ന് നമുക്ക് പറയാം. അതാണ് പാർസി പ്രഭു. ഞാൻ പോയി കഴിയുമ്പോൾ യവനപ്രഭു വരുമെന്നും പറയുന്നുണ്ട്. പിന്നീട് കുറെ കാലം കഴിഞ്ഞ്, അത് ഞാൻ പറഞ്ഞല്ലോ, നിയർ അബൌട്ട് 200 ചില്ലുവാനം വർഷം കഴിഞ്ഞാണ് ഈ യവനപ്രഭു വരുന്നത്, അല്ലെങ്കിൽ അലക്സാണ്ടർ വരുന്നത്. അലക്സാണ്ടർ വരുമ്പോഴാണ് ആകാശമണ്ഡലത്തിൽ യവന പ്രഭു വരുന്നത്, എന്നുവെച്ചാൽ പൈശാചിക പ്രഭു വരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങോട്ട് വിടുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഇത് പറയുമ്പോൾ ആക്ച്വലി സാത്താനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് ഈ സാത്താൻ ആരാന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. ഞാൻ പല പ്രാവശ്യവും അത് നമ്മുടെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. പക്ഷേ അതിനെനിക്കൊരു ക്ലാസ് എടുക്കാൻ ഞാൻ ചിലയിടത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അത് പൂർണ്ണമായിട്ടും സാത്താനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ സാത്താനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പ്രധാനമായിട്ടും 4 ഭാഗങ്ങൾ പഠിക്കണം. ഞങ്ങൾ പറയുന്നത് ബൈബിളിലെ വാക്യങ്ങൾ വെച്ചല്ലാതെ പറയത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പറയും ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടാകും, പക്ഷേ അത് ഞങ്ങൾ അത്രയും ചരിത്രത്തിലായതുകൊണ്ട് അത്രയും ഉറപ്പ് പറയുന്നില്ലെന്ന് അറിയാറുള്ളൂ. ഇവിടെ 1, സാത്താൻ്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പാട് പുസ്തകം 2:24 പറയുന്നത് സാത്താൻ്റെ ആഴങ്ങൾ. ഒരു വൃക്ഷത്തിൻ്റെ ആഴം, ഒരു കുടുംബത്തിൻ്റെ ആഴം, ഒരു വ്യക്തിയുടെ ആഴം, വേരെന്നൊക്കെ, നമ്മൾ വേര് ചകഞ്ഞു പോയെന്നൊക്കെ പറയത്തില്ല ചിലർ.
അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടവരെ ഓസ്ട്രേലിയ എന്നും മറ്റും പലരും വന്ന് ഇവിടെയൊക്കെ വേര് ചികഞ്ഞു വന്നെന്നൊക്കെ മനോരമയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പം ഈ ആഴങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ റൂട്ടാണ്. എവിടുന്നാണ്, എവിടെ വരെയാണ് ഇവനുള്ള, എവിടെയാണ് ഇവൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ജനറേഷനാണ്, ഇവൻ്റെ ഉത്ഭവം, ഇവൻ നേരത്തെ എവിടായിരുന്നു, ഭൂമിയിൽ വന്നത് എപ്പോഴാണ്, ഭൂമിയിൽ നിന്നും പിന്നെ ഇവനെ എവിടേക്ക് വിട്ടു, ഇപ്പം ഇവൻ എവിടെയാണ്, ഇനി ഇവൻ എവിടേക്ക് വരും, അവൻ്റെ അവസാനം എന്താകും. ഇതാണ് ആഴങ്ങൾ. ഇനി രണ്ടാമത് വരുന്നത് സാത്താൻ്റെ അധികാരമാണ്. അപ്പോസ്തലപ്രവൃത്തി 26:18 അത് കാണാം. സാത്താൻ്റെ അധികാരം, അവൻ്റെ അധികാരം എവിടെയൊക്കെയുണ്ട് അത് നമ്മൾ പഠിക്കണം. സ്വർഗത്തിലുണ്ടോ അവൻ അധികാരം, അവന് ഭൂമിയിൽ എവിടെയൊക്കെയുണ്ട്, അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അധികാരം. ഞാൻ ഈ സബ്ജക്റ്റിലൊന്നും എടുക്കാൻ പോകുന്നില്ല. ഈ സാത്താൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 10 days കണ്ടിന്യൂസ് ക്ലാസ് എടുക്കണം. വെച്ചാൽ 10 മണി തൊട്ട് 1 മണി വരെയുള്ള ക്ലാസ് കൂട്ടിയാൽ 10 days 15 days എടുക്കണം. ഞാൻ എടുക്കുന്ന ക്ലാസ് അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അത് സാത്താൻ്റെ അധികാരമാണ്. എവിടെയൊക്കെയാണ് അവൻ അധികാരമുള്ളത്. യേശുക്രിസ്തുവിനോട് തന്നെ അവൻ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം, നീ എന്നെ വീണ്ടും വണങ്ങിയാൽ ഇതെല്ലാം കണ്ടില്ലേ നിനക്ക് തരാം. അപ്പം യേശു അവിടെ പറയുന്നില്ല ഇത് നിൻ്റെ അല്ലേ എൻ്റെ പിതാവിൻ്റെ എന്നൊക്കെ. അതിനൊക്കെ ചില മർമ്മങ്ങളുണ്ട്. അതുകൊണ്ടാണ് യേശു അത് പറയാഞ്ഞത്. നമ്മളും വായി പിടിച്ച് പറയുന്ന പോലെ ദൈവപുത്രനാകുന്ന യേശുവിന് കാര്യങ്ങളറിയാം. അതുകൊണ്ട് യേശു പറഞ്ഞില്ല. സാത്താൻ്റെ അധീനതയിലാണ്. എന്നാൽ ഭൂമി ആരുടെയാ? ദൈവത്തിൻ്റെയാ. ദൈവത്തിൻ്റെ മക്കൾ നമ്മളാരുടെയാ? ദൈവത്തിൻ്റെയാ. നമുക്ക് സംരക്ഷണമുണ്ടോ? ഉണ്ട്. എന്നാൽ അവന് പ്രവർത്തിക്കാൻ ഇവിടെ ഈ മേഖല വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത് സാത്താൻ്റെ തന്ത്രങ്ങൾ. 2 കൊരിന്ത്യർ 2:11 അവന് തന്ത്രങ്ങളുള്ളത്. അവൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോയാൽ നിങ്ങൾ ഞെട്ടും അവൻ്റെ തന്ത്രങ്ങൾ കണ്ടാൽ. 4 സാത്താൻ്റെ വ്യാപാര ശക്തി. വ്യാപാര ശക്തി പദത്തിൻ്റെ അർത്ഥം വ്യാപാരം എന്ന് പറഞ്ഞാൽ എവിടൊക്കെയുണ്ട്. സൂര്യൻ്റെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യകിരണങ്ങൾ പോകുന്ന ഏറിയായ, അത് ഇൻഡർസ്റ്റെല്ലാറിനൊക്കെ അടുത്ത, അതിനപ്പുറമാണ് ഇൻഡർസ്റ്റെല്ലാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കഴിയുമ്പം അടുത്ത ഗാലക്സി തുടങ്ങുക. അടുത്ത സൂര്യൻ്റെ ചന്ദ്രന്മാരൊക്കെ അവിടെയാണ് ഉള്ളത്. 10,000 കോടി ഗാലക്സികളുണ്ട്. ഞാൻ ഇന്നലത്തെ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, കുളത്തിൽ കിടക്കുന്ന തവള പോലെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഈ 10,000 കോടി ഗാലക്സികൾ ഉണ്ടാക്കിയ ദൈവം അത് വെറുതെ ഉണ്ടാക്കിയിട്ടേക്ക് കാണും. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഒരു നെഗറ്റീവ് ചിന്ത വരുന്നവരോട് ഞാൻ ചോദിക്കാം, നിങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ ഭൂമിയിൽ, എൻ്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും, അല്ലെ നിങ്ങളൊരു വ്യക്തി, അങ്ങനെ ഇരിക്കട്ടെ. കേരളം മുഴുവൻ എൻ്റെയാണ്. ഞാൻ ഈ കേരളത്തിൽ മുഴുവൻ അങ്ങ് വീട് പണിതുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം പണിഞ്ഞ്, മല്ലപ്പള്ളി പണിത്, കോട്ടയം പണിഞ്ഞ്, തൃശ്ശൂരിൽ പണിത്, എല്ലാം ഒന്നല്ല 10,000 കോടി വീടുകൾ പണിയുക. നിങ്ങൾ അപ്പുറത്തിരുന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. അച്ഛാ എന്തിനാ ഇത് പണിയുന്നത്, എന്തിനാ സാറേ ഇത് പണിയുന്നത്, സാറിനാകെ 2 കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ, ഈ പുള്ളിക്ക് പ്രാന്തെന്നല്ലേ പറയത്തുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ പണിക്കാരെവിടുന്ന വന്നതെന്ന് ചോദിക്കല്ലേ. അതിൻ്റെ അർത്ഥം എനിക്ക് എന്തോ പ്ലാൻ ഉണ്ടായിട്ടല്ലേ ഞാൻ പണിയത്തുള്ളൂ. 2 കാര്യമേ നടക്കത്തുള്ളൂ. ഒന്നിൽ ഞാൻ മാഡായിരിക്കണം, ഭ്രാന്തനായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ സംതിങ് പ്ലാൻ ഉണ്ട്. എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ആളിനോ അത് മനസ്സിലാകുന്നില്ല. ഇന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും അതുതന്നെയാണ് പ്രശ്നം. നമ്മൾ ഈ കുളത്തിൽ കിടക്കുന്ന തവളയുടെ കൂട്ടിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ലോകം ഈ കുളം മാത്രമാണ്, അതിന് മേളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പം ഇതാണ് ഈ 4 ഭാഗങ്ങളുണ്ട് സാത്താന്. ബൈബിളിൽ നിന്നുള്ള 4 വാക്യങ്ങളാണ് സാത്താൻ്റെ വ്യാപാര ശക്തി. 2 തെസ്സലോനിക്കർ 2:9 അത് പറയുന്നു. ആദ്യം ഇവൻ സ്വർഗത്തിലായിരുന്നു, ഇവൻ ദൂതനായിരുന്നു ദൈവത്തിൻ്റെ. അവിടുന്ന് ഇവനെ ആദാമ്യ ഭൂമിക്ക് മുൻപുണ്ടായിരുന്ന ഭൂമിയിൽ വസിപ്പിച്ചു. അതാണ് എസെക്കിയേൽ പ്രവചനം 28:12-18 വരെയുള്ള പറയുന്നു. നീ ദൈവത്തിൻ്റെ തോട്ടമാകുന്ന ഏദനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇവൻ നിഗളിക്കുമ്പോഴാണ് എസെക്കിയേൽ പ്രവചനം അവിടുന്ന് ഇവനെ നിഗളിച്ച് ചാടിക്കാനുള്ള കാര്യം. 1 അവൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം, 2 അവൻ്റെ സൗന്ദര്യം നിമിത്തം, 3 അവൻ്റെ പ്രഭ നിമിത്തം, 4 അവൻ്റെ ജ്ഞാനം നിമിത്തം. ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ടാണ് സാത്താൻ വീഴുന്നത്. അത് എസെക്കിയേൽ പ്രവചനം 28:16 പിന്നെ അവൻ ആകാശത്തിലാണ് ഇപ്പോൾ അവൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് അവനെ ആട്ടി പുറത്താക്കി. കോടാനുകോടി വർഷം ദൈവം ഈ ഭൂമിയെ പാഴും ശൂന്യമാക്കിയിട്ടിരുന്നു. അതിനുശേഷം അവനെ ആകാശമണ്ഡലത്തിലേക്ക് വിടുകയാണ്. ഇപ്പോൾ അവൻ്റെ സിംഹാസനം ആകാശമണ്ഡലത്തിലാണ്.
ഇനിയും അവൻ ഭൂമിയിലേക്ക് വരും. അത് വരുന്നത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ രണ്ടാം പദമൊക്കെ അടുക്കുമ്പോഴാണ്. വെളിപ്പാട് പുസ്തകം 12:7 അവിടെ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടന്നിട്ട് ഇവനെ ആകാശമണ്ഡലത്തിൽ നിന്ന് പുകച്ച് ചാടിച്ച് ഇവനെ ഭൂമിയിലേക്ക് വിടും. അന്നിവിടെ ആൻറ്റി ക്രൈസ്റ്റ് കൊടി കുത്തി വാഴുന്ന സമയമാണ്. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇന്ന് വരെയും ഇല്ലാത്ത കൊടിയ പീഡ നടക്കുന്ന കാലഘട്ടമാണ്. ഹിറ്റ്ലറിൻ്റെ ഡബിൾ ഇരട്ടി പീഡനമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇസ്രയേലിൽ അന്നിവിടെ ഉള്ളവർക്ക്. അത് കഴിഞ്ഞ് വീണ്ടും അവനെ ബന്ധിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20:1-4 അവൻ 1000 ആണ്ടേക്ക് ബന്ധിക്കപ്പെടുന്നു. 5-ാമത്തെ ഭാഗം വീണ്ടും അവൻ ഭൂമിയിലേക്ക് വരുന്നു. വെളിപ്പാട് പുസ്തകം 20:7 അവനെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു വിടുന്നൊരു ഷോർട്ട് പീരീഡിലേക്ക്. അവൻ അപ്പോൾ പോയി പഴയ രാജ്യങ്ങളെ പേർഷ്യ, ഇറാന്, റഷ്യ, റൂഷ്, മാഗോഗ്, ഗോഗ് ഇവരെ എല്ലാം ചേർത്തുകൊണ്ടൊരു വലിയ സൈന്യമായിട്ട് വീണ്ടും ഇസ്രയേലിനോട് യേശുക്രിസ്തുവിനോട് പടയ്ക്ക് വരുന്നു. യേശുക്രിസ്തുവിൻ്റെ വായിലെ ശ്വാസത്താൽ അവനെ തീയാൽ അവനെ ദഹിപ്പിച്ചു കളയുന്നു. അത് കഴിഞ്ഞിട്ട് 6-ാമത് അവനെ ഗന്ധകപ്പൊയ്യിലേക്ക് തള്ളിയിടുന്നു. വെളിപ്പാട് പുസ്തകം 20:10 ദൂതൻ തെറ്റിപ്പോയി ഭൂമിയിലേക്ക് വന്ന ശേഷം 6 സ്ഥലത്താണ് ഇവൻ്റെ വാസമായിട്ട് മാറുന്നത്. അങ്ങനെ 6 സ്ഥലത്തെ വാസത്തിൽ 1-ാമത്തെ വാസം ആദാമ്യ ഭൂമിക്ക് മുൻപുണ്ടായിരുന്ന ഭൂമിയിലെ വാസം കഴിഞ്ഞ് ഇവൻ നിഗളിക്കുന്ന സംഭവമാണ് വ്യാപാരത്തിൻ്റെ പെരുപ്പം, സൗന്ദര്യ നിമിത്തം, പ്രഭ നിമിത്തം, ജ്ഞാന നിമിത്തം. ഈ 4 കാര്യങ്ങൾ അവൻ നിഗളിച്ചു. അങ്ങനെ നിഗളിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ തോട്ടമാകുന്ന ഏദനിൽ നിന്നും ആട്ടി പുറത്താക്കുന്നു. അങ്ങനെ അവൻ ആകാശമണ്ഡലത്തിലേക്ക് അവൻ്റെ വാസം മാറ്റുന്ന ദൈവം അനുവദിച്ചുകൂടിയായി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സംഭവിച്ചു തീർന്നു എന്ന് പറയുന്ന ഒരു വലിയ ഭാഗം സംഭവിച്ചു തീരാനുണ്ട്. അപ്പോൾ അത് നടക്കണം. ഇങ്ങനെ ആകാശമണ്ഡലത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്ന ആ പിശാചിന് ഒരു വാക്യം കൂടി ഞാൻ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമ്മുടെ ഭാര്യയോടും മക്കളോടും ബ്രദറിനോടും പാസ്റ്ററോടും വിശ്വാസികളോടും അല്ല നമുക്ക് പോരാട്ടം വേണ്ടിയത്. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതി ആൻഡ് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന ഇവയോടാ. ഇങ്ങനെ വലിയൊരു വലയം, എന്താ ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്ന പോലെ വലയം ചെയ്തിരിക്കുകയാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും. ഈ സാത്താന്യ പൈശാചിക പവർ 4 ഡിവിഷൻസ് ആണ് അവിടെ പറയുന്നത്. വാഴ്ചകൾ, അധികാരം, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ബഹുവചനമാണ്. അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. അങ്ങനെ 4 ഗണങ്ങളാൽ ഭൂമിയുടെ മേളിൽ ആകാശമണ്ഡലത്തിൽ ഇവ വലയപ്പെട്ടിരിക്കുന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും മറുപടി വരുമ്പോൾ, ദൂതൻ മറുപടിയുമായി വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തി ദൈവിക ആലോചനയ്ക്ക് വിഘ്നം വരുത്തി ഭൂമിയിലെ ദൈവപ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു വലിയ പോരാട്ടം അവിടെ നടക്കുമ്പോൾ ഭൂമിയിൽ അവൻ്റെ ഏജന്റന്മാരുണ്ട്. പിശാച് അലറി വിളിക്കുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് കണ്ടു നടക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ജനമേ, ഇതൊരു വലിയ പൈശാചിക വലയത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതിൻ്റെ ബേസാണ് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ ഗബ്രിയേൽ വരുമ്പോൾ ഒരു പാർസി പ്രഭു അവിടെ യുദ്ധത്തിന് വരുന്നു. ആ പാർസി പ്രഭുവിനെ കൂടെ മിഖായേലിനെ വിട്ടിട്ട് ഗബ്രിയേൽ ദാനിയേലിൻ്റെ അരികിലേക്ക് വരുന്നു. നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ പോരാട്ടമുണ്ടെങ്കിൽ അതിനെ, ആ വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം നമ്മളെ ശക്തീകരിച്ച് നമുക്ക് വേണ്ടുന്ന ആലോചനയും ദൂതന്മാരെയും വിട്ട് നമ്മളെ പോഷിപ്പിച്ച് ബലപ്പെടുത്തി നീ ശക്തിപ്പെടുന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു ദൈവിക പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. സമ്മറിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ വലിയ ക്ലാസ് വേണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ക്ലാസ് അറേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യണം. ഇറ്റ് വിൽ ടേക്ക് ഒരു 10 days എങ്കിലും ക്ലാസ് വേണം. എങ്കിലേ ഈ സാത്താൻ്റെ 4 ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഈ 4 ഭാഗങ്ങളും പഠിച്ചിരുന്നെങ്കിൽ
എങ്കിലേ നമുക്ക് ഇവനെ മനസ്സിലാക്കാനും ഇവനോടുള്ള പോരുകളും ഇവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. ഞാൻ വേണമെങ്കിൽ 1-2 തന്ത്രങ്ങളൊക്കെ കാണിച്ചു തരാം. അത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്നും വരത്തില്ല. പക്ഷെ ഞാൻ തന്ത്രം വേണേ പറയാം. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. 1-2 പേർക്കെങ്കിലും മനസ്സിലാകട്ടെ. എനിക്ക് മെസ്സേജ് ഇടുകയോ എന്നെ കോൾ ചെയ്യുകയും പറയുക, അതുകൂടെ ഒന്ന് ഇടാൻ പറയുക. അപ്പോൾ ഞാൻ ആ ഭാഗം കൂടെ എവിഡൻസ് വെച്ച് അങ്ങോട്ട് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ചില കാര്യങ്ങളെങ്കിലും മനസ്സിലാകും. എന്നെ അതിനകത്ത് എതിര് പറയുന്നവർ കാണും, പറഞ്ഞോട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാത്താന് പോരുണ്ട്, വാഴ്ചകൾ, അധികാരം, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അതുകൂടാതെ ഇവിടെ ദുരാത്മാക്കളുണ്ട്. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ മേലുള്ള ഭൂതങ്ങൾ, അതുപോലെ തന്നെ 7 ഭൂതം ബാധിച്ച മഗ്ദലക്കാരത്തി മറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗണം ഇവിടെയുണ്ട്. അതുകൂടാതെ സാത്താൻ തന്നെ എങ്ങനെയെങ്കിലും ജോർജ് വറീസിനെയോ നമ്മൾ ഓരോരുത്തരെയും വീഴിക്കാൻ വേണ്ടി അവൻ അലറി വിളിച്ച് നടക്കുക. കാരണം അവനറിയാം ഇതൊരു ഷോർട്ട് ടൈമേ ഉള്ളൂ, ഇത് സംഭവിച്ചു തീരും. ആ സമയം അവനറിയാം. അതുകൊണ്ടാണ് ഗദരദേശത്തെ ഭൂതങ്ങളെ പന്നികളിലേക്ക് വിടുന്നതിന് മുൻപ് ആ ഭൂതങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, സമയത്തിനു മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഒരു കാലം, സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ലാസ്റ്റ് സമയമാണെന്ന് ഈ ഭൂതങ്ങൾക്കറിയാം. സമയമുണ്ട്. അപ്പോൾ ദിസ് ഇസ് എ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ഇങ്ങനെ പോവുകയാണ്. അത് പരിസമാപ്തിയിലെത്തുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ലാസ്റ്റിൽ ഇവൻ യുദ്ധത്തിന് വരുമ്പോൾ യേശുക്രിസ്തു തൻ്റെ വായിലെ ശ്വാസത്താൽ ഇവനെ അടക്കി കൊന്ന് ഇവനെ ഗന്ധകപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അത് കഴിയുമ്പോഴാണ് പ്രോഗ്രാം തീരുന്നത്. അപ്പം ഈ പ്രോഗ്രാം എന്തിനാ ദൈവമേ നീ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യരായി നമ്മൾ തീരരുത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസവും ചില എപ്പിസോഡ് പറഞ്ഞിരുന്നു. ഇപ്പം വീണ്ടും എല്ലാം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പഴയ എപ്പിസോഡുകൾ കൂടി കാണാൻ, 1 തൊട്ടുള്ളത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ ആഴങ്ങളുണ്ടെങ്കിൽ, മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അന്ത്യകാലത്ത് നമുക്ക് ഒരുമിച്ചൊരു ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.